ഇന്ന് നമുക്കൊരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന വിധമൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു 800 ഗ്രാംസ് ചിക്കൻ, പെപ്പർ പൗഡർ, സോൾട്ട്, പിന്നെ കറി ലീവ്സ്, ഇത് മൂന്നും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു മസാലക്കൂട്ടാണ്. തേങ്ങ വറുത്തരച്ചതാണ്. തേങ്ങ, അതിൽ ചെറിയുള്ളി, കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, ജീരകം, കുറച്ച് ഉലുവ, ഇതൊക്കെ ഇട്ട് ചേർത്ത് വറുത്ത് അരച്ചെടുത്ത് ഇത് ഫ്രീസ് ചെയ്ത ഒരു മിശ്രിതമാണ്. പിന്നെ നമ്മൾ സാധാരണ മോസ്റ്റ്ലി എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ. ഉള്ളി, ചെറിയുള്ളി എന്തായാലും വേണം. ചെറിയുള്ളി എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് കറി ലീവ്സ്, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ എല്ലാ മസാല സാധനങ്ങളും. ഇനി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ജിഞ്ചർ ഗാർലിക് സെപ്പറേറ്റ് ചോപ്പ് ചെയ്യണം. പിന്നെ ഉള്ളി, പച്ചമുളക് സെപ്പറേറ്റ്, തക്കാളി സെപ്പറേറ്റ്. ഞാനെല്ലാം ഈ ചോപ്പറിലാണ് ചെയ്യാറ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ജിഞ്ചർ ഗാർലിക് നമുക്കിടാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായ ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്താൽ വേഗം നമുക്കൊരു ബ്രൗൺ കളറായി കിട്ടും. പിന്നെ കറിവേപ്പിലയും കുറച്ചുകൂടി ചേർക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആയ ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുറച്ച് ജീരകം, കുറച്ച് ഗരം മസാല. ഗരം മസാല വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ കുറച്ച് ഇറച്ചി മസാല, ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ്. അതിനുശേഷം നമുക്ക് വറുത്തരച്ച തേങ്ങ ചേർക്കാം. വെള്ളം ചേർക്കാം. ചിക്കൻ ആഡ് ചെയ്യാം. അങ്ങനെ ചിക്കൻ എല്ലാം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഇത് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്, അതും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ ഇതിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി. ഇതാ ചിക്കനൊക്കെ റെഡിയായി കഴിഞ്ഞു. അയേൺ കടായിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.